നമസ്കാരം, രുചികളുടെ ലോകത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പൊ ഇന്നത്തെ നമ്മുടെ വിഭവം എന്ന് പറഞ്ഞാൽ ഒരു ഉരുളക്കിഴങ്ങ് വെച്ചിട്ടുള്ള മസാലക്കറിയാണ് കേട്ടോ. അപ്പൊ നമ്മള് ചിക്കനൊക്കെ വറുത്തരച്ചിട്ട് വെക്കാറില്ല, ചെയ്യാറില്ല, തേങ്ങ വറുത്തരച്ചിട്ട്. അപ്പൊ അതുപോലെ തന്നെ ഉണ്ടാക്കുന്ന ഒരു അടിപൊളി കറി എന്ന് തന്നെ പറയാൻ പറ്റും. അപ്പൊ നോൺ വെജ് ഒന്നും ഇല്ലാത്ത സമയത്ത് പെട്ടെന്ന് നോൺ വെജ് ഒക്കെ കഴിക്കണം തോന്നുകയാണെങ്കിൽ ഉരുളക്കിഴങ്ങ് ഉണ്ടെങ്കിൽ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നമുക്ക് രാവിലെ ഇപ്പം ബ്രേക്ക്ഫാസ്റ്റിന് കൂടെയോ അല്ലെങ്കിൽ ഇപ്പം ലഞ്ചിനും ഒക്കെ കഴിക്കാൻ പറ്റും കേട്ടോ. അപ്പൊ ചപ്പാത്തിയുടെ കൂടെ എന്ന് പറഞ്ഞാൽ രസൽ കോമ്പിനേഷനാണ്. അപ്പൊ എന്തായാലും എങ്ങനെയാണ് ഈ ഒരു ടേസ്റ്റി ആയിട്ടുള്ള ഉരുളക്കിഴങ്ങ് മസാലക്കറി ഉണ്ടാക്കുന്നത് നമുക്കൊന്ന് കണ്ടുവരാം. അതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നത്, നമ്മുടെ വീഡിയോസ് ഒക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റ് ആയിട്ട് ഇടുക. ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ കൂടി ചെയ്യണം. അപ്പൊ നമുക്ക് കിച്ചണിലോട്ട് പോകാം. ഇതിന് വേണ്ടി എടുത്തിരിക്കുന്നത് 3 മീഡിയം സൈസുള്ള ഉരുളക്കിഴങ്ങ്, പിന്നെ ഒരു മീഡിയം സൈസുള്ള സവാള, ഒരു തക്കാളി വേണം, 1/2 ഇഞ്ച് വലുപ്പം വരുന്ന ഇഞ്ചി, ഒരു 7 ചെറിയുള്ളി, 2 പച്ചമുളക്, ഒരു തണ്ട് കറിവേപ്പില, പിന്നെ ഒരു 1/2 കപ്പ് തേങ്ങ ചിരകിയത്. അപ്പൊ ഇത് കുക്കറിലാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പൊ നമ്മൾ കട്ട് ചെയ്തിട്ട് വെജിറ്റബിൾസ് ഒക്കെ കട്ട് ചെയ്തു കുക്കറിലോട്ട് ഇട്ട് ആവശ്യമായിട്ടുള്ള വെള്ളം, വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിക്കുകയാണ്. ഇനി ഇതിലോട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി. ഇത്രയും ഇട്ടതിന് ശേഷം നമ്മൾ വേവിച്ചെടുക്കണം. 2 വിസിൽ കൊണ്ട് വെന്ത് വെക്കും കേട്ടോ. നമുക്ക് തേങ്ങ വറുത്തെടുക്കണം. അതിന് വേണ്ടി ഒരു ചീനിച്ചട്ടിയിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു, വെളിച്ചെണ്ണ ഏതാണെന്ന് വെച്ചാൽ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്കത് ചിരകിയ തേങ്ങ അതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ചിരകിയ തേങ്ങയുടെ കൂടെ കറിവേപ്പില ഉണ്ടെങ്കിൽ 2-3 കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ ആഡ് ചെയ്യേണ്ടത് ഒരു 20-25 കുരുമുളക്, പിന്നെ ഒരു പിഞ്ച് പെരിഞ്ചീരകം കേട്ടോ. കുറച്ച് മതി, ഒരു മണത്തിന് വേണ്ടി മാത്രം പെരിഞ്ചീരകം കൂടി നമുക്ക് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇത് തേങ്ങ വറുത്തെടുക്കണം കേട്ടോ. നല്ല ബ്രൗൺ കളർ ആവുന്നത് വരെ നമുക്ക് വറുത്തെടുക്കാം. അപ്പൊ തേങ്ങ വറുത്ത് ബ്രൗൺ കളറായിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതിലേക്ക് ഒരു സംഭവം ചേർത്ത് കൊടുക്കുന്നുണ്ട്. മല്ലിപ്പൊടിയാണ് കേട്ടോ. മല്ലിപ്പൊടി വറുത്ത് പൊടിച്ചു വെച്ച മല്ലിപ്പൊടിയാണ്. ഇതൊരു 2-2.5 ടീസ്പൂണോളം നമുക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഒരുപാട് നേരം നമ്മൾ ഇങ്ങനെ വറുത്തെടുക്കണ്ട, ഒന്ന് ചൂടായാൽ മതി. എന്നിട്ട് സ്റ്റവ് ഓഫ് ചെയ്യാം. ഇനി നമുക്ക് വറുത്ത് വെച്ച തേങ്ങ മിക്സിയിട്ട് ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ആവശ്യമായിട്ടുള്ള വെള്ളവും ചേർത്ത് ഈസ്റ്റായിട്ട് അരച്ചെടുക്കാൻ പോകാം. നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പൊ ഇതിവിടെ നിൽക്കട്ടെ. ഇനി നമുക്ക് നമ്മുടെ ഉരുളക്കിഴങ്ങൊക്കെ വെന്തോ നോക്കാം. ഇനി നമുക്ക് കുക്കർ തുറന്ന് നോക്കാം. നമ്മുടെ ഉരുളക്കിഴങ്ങൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തവി വെച്ച് കുറച്ച് ഉരുളക്കിഴങ്ങ്, കുറച്ച് മാത്രം ഒന്നിങ്ങനെ ചതച്ചെടുക്കാം കേട്ടോ. ഇനി ഇതിലോട്ട് നമ്മൾ വറുത്തരച്ചു വെച്ച തേങ്ങ ഉണ്ടല്ലോ, അത് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അതിനുശേഷം നമുക്ക് ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം നോക്കിയിട്ട് എത്രയാണെന്ന് വെച്ചാൽ അതുകൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഇനി എന്താ ചെയ്യേണ്ടത്, ഇത് നന്നായിട്ട് തിളച്ച് വരണം. ഇപ്പൊ കറിയൊക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഒരു നുള്ള് ഗരം മസാലയും കൂടി ചേർത്ത് സ്റ്റവ് അങ്ങ് ഓഫ് ചെയ്യാണ്. ഇനി നമുക്ക് താളിക്കേണ്ട പരിപാടി നോക്കാം. അപ്പൊ നേരത്തെ ചീൻചട്ടി ഉണ്ടല്ലോ, തേങ്ങ വറുത്ത അതേ ചീൻചട്ടിയിൽ കുറച്ച് വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചു. വെളിച്ചെണ്ണ ചൂടായി വരുമ്പം നമുക്കതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. അപ്പൊ കടുക് പൊട്ടി വരുമ്പം നമ്മൾ നേരത്തെ എടുത്ത് വെച്ച ചെറിയുള്ളി ഉണ്ടല്ലോ, അപ്പൊ ആ ചെറിയുള്ളിയും അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് നന്നായിട്ടങ്ങ് വഴറ്റി കൊടുക്കാം കേട്ടോ. നന്നായിട്ട് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് കറിയിലോട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പൊ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള മസാലക്കറി, ഉരുളക്കിഴങ്ങ് മസാലക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് ഇനി പുട്ടിന്റെ കൂടെ ആയാലും അതുപോലെ തന്നെ ചപ്പാത്തി, പത്തിരി, ചോറ് എന്തിന്റെ കൂടെ ആണെങ്കിലും നല്ല ടേസ്റ്റ് ആണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ നമുക്ക് ചിക്കൻ കറിയാണെന്ന് തന്നെ തോന്നിപ്പോ നല്ല ടേസ്റ്റി ആയിട്ടുള്ളതാണ്. അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് എങ്ങനെയുണ്ടെന്ന് അഭിപ്രായങ്ങളൊക്കെ അറിയിക്കാം. പുതിയൊരു വീഡിയോ കാണുന്നവരെ ബൈ.